പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 21 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട്, അല്ല ജയ ഉത്സവമായിട്ട് നടത്തുന്നതിന്, നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ സൗരഭ്യവാസനയാക്കി നമ്മളെ മാറ്റുന്നതിന് യേശു ക്രിസ്തുവിലൂടെ ഇന്നത്തെ പകൽക്കാലം നമ്മളിൽ അസാധാരണമായ അടയാളങ്ങളും അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ചെയ്യുന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ കൈകൾ ഉയർത്തി പറഞ്ഞ് എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ അങ്ങ് തന്ന ഈ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു, അവരെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. അവർ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ദൈവിക മഹത്മ അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ചെങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. ആമേൻ. കാലിൻ്റെ നഖം ഇൻഫെക്ഷനായിട്ട് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. അതുപോലെ കാലിൻ്റെ വെള്ള ആമേൻ മുറിഞ്ഞ് ആമേൻ അത് ബുദ്ധിമുട്ടായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ പുറകിൽ ആമേൻ വേദനയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചില ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ആമേൻ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അവരും സൗഖ്യമാകട്ടെ, സ്വസ്ഥമാകട്ടെ. കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ. ഡിവൈൻ ഹെൽത്തിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. മറ്റാവശ്യങ്ങൾ എന്തൊക്കെ തന്നെയാണോ അതിന്മേൽ ഇന്ന് പകൽക്കാലം കർത്താവ് പ്രവർത്തിക്കണം. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം, അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എന്തു തന്നെയാണ് അതിന്മേൽ അത്ഭുതം ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ആമേൻ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമായല്ലോ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആമേൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് തക്കതായ സീറ്റുകൾ ലഭിക്കട്ടെ. അവർക്ക് തക്കതായ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അങ്ങയുടെ നാമം ഇന്ന് മഹിമപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും കർത്താവ് അനുവദിച്ചാൽ അതിൽ പങ്കെടുക്കുക. ആരും മിസ് ചെയ്യരുത്. അതുപോലെ ശനിയാഴ്ച രാത്രി ആമേൻ ഇന്ത്യൻ സമയം 9 മണിയോടുകൂടെ നമുക്കൊരു സ്പെഷ്യൽ മ്യൂസിക്കൽ നൈറ്റ് ചർച്ചിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിലും പങ്കെടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇന്ന് പരിശുദ്ധന്മാർ തരുന്ന ആലോചനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ 2 പത്രോസ് 2 പീറ്റർ 2 പത്രോസ് എഴുതിയ 2 ലേഖനം 3 അധ്യായം 18 വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവൻ ഇപ്പോഴും എന്നേക്കും ആമേൻ. അപ്പം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിടെ പറയുക, അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുക വളരുവീൻ. അപ്പം ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന അനുഭവമല്ല, അത് വളർച്ചയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. അതായത് ദൈവമക്കൾ ഓരോ ദൈവമക്കളും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വളർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ നോക്കുമ്പോൾ ജീവനുള്ളതിൻ്റെ ഒക്കെ ഒരു തെളിവാണ് വളർച്ചയെന്ന് പറയുന്നത്. ആമേൻ.
ആമേൻ, ജീവനുള്ളതൊക്കെയും എന്ത് ചെയ്യണം? വളർന്നേ മതിയാവുള്ളൂ. ഒരു വൃക്ഷമാണെങ്കിൽ അത് വളരും, ഒരു കുഞ്ഞാണെങ്കിൽ അത് വളരും, ഒരു 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 ശുശ്രൂഷയാണെങ്കിൽ അതും വളരും. ആമേൻ. അപ്പോൾ അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, ആത്മീകമായി ഒരു വിശ്വാസി എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടേയിരിക്കണം. നമ്മളെ കർത്താവ് വിളിച്ചത് ആത്മീകമായി ബലഹീനരാകുവാനല്ല, ആമേൻ, എന്നാ പറയുന്നത്, സ്ഥിരതയില്ലാത്തവരാകുവാനല്ല, പക്വതയില്ലാത്തവരാകുവാനല്ല. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ ആത്മീകമായി വളരണം, നമ്മുടെ മേലുള്ള കൃപ വളരണം, നമ്മുടെ മേലുള്ള ദൈവിക ജ്ഞാനം വളരണം, നമ്മുടെ ക്യാരക്ടറിനകത്ത് നമുക്ക് വളർച്ച ഉണ്ടാകണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരണം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, നമുക്ക് പരിജ്ഞാനം, ഡിസേൺമെൻറ്റ് ഒക്കെ വളരണം, സ്നേഹം വളരണം. ആമേൻ. സ്പിരിച്വൽ സ്ട്രെങ്ത്, നമ്മുടെ ആത്മീക സ്റ്റാമിന വളരണം. ആമേൻ. ഒത്തിരി വിശ്വാസികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും രക്ഷ സ്വീകരിച്ചു, പക്ഷേ അവർ വളർച്ച മുന്നോട്ട് കൊണ്ടുപോയില്ല. ആമേൻ. വളർച്ചയിൽ മുരടിച്ചു പോയി. രക്ഷ എന്ന് പറയുന്നത് ആമേൻ ഒരു ബിഗിനിങ് സ്റ്റേജ് മാത്രമാണ്, എന്നാൽ വളർച്ചയാണ് ആ യാത്രയുടെ പ്രത്യേകത. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മൾ ക്രിസ്തുവിൽ വളരണം. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ വളരണമെന്ന്. ആമേൻ. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ വളരണമെന്ന്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് നിങ്ങൾ വളരാൻ ശ്രമിപ്പീൻ എന്നല്ല പറഞ്ഞത്, അദ്ദേഹം കമാൻഡ് ചെയ്യുക, വളരുവീൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആത്മീക വളർച്ച എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലല്ല. നമ്മൾ വളരാതിരുന്നുള്ള പ്രശ്നം എന്നാ? പെട്ടെന്ന് നമ്മൾ ഒഫൻഡഡ് ആകും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പം പെട്ടെന്ന് ചതിക്കപ്പെടും. ദുരുപദേശങ്ങൾ വരുമ്പോൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അവൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഡിസ്കറേജായി പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ടെംപ്റ്റേഷനകത്ത് വീണു പോകാൻ സാഹചര്യമുണ്ട് എപ്പോഴാണ്? വളരാതിരിക്കുമ്പോൾ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വളരണം, ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്ക് വളരണം, ജഡീയ താല്പര്യങ്ങളിൽ നിന്ന് ആത്മീകമായ പക്വതയിലേക്ക് വളരണം. ആമേൻ. സാധാരണ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആത്മീകമായ കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന ലെവലിലേക്ക് വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു വളരാതെ നിൽക്കുന്ന വൃക്ഷം എന്ത് ചെയ്യും? അവസാനം അത് ഉടങ്ങിപ്പോവും. അതുപോലെ വളരാതെ നിന്ന് പോയാൽ ഒരു ദൈവ പൈതൽ എന്തു പറ്റും? ആമേൻ. അവസാനം നിരാശയായി, തളർച്ചയായി, ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ, വളർച്ച എങ്ങനെ സംഭവിക്കും? കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് വളർച്ച സംഭവിക്കുന്നത്. ആമേൻ. നമ്മളോട് പറഞ്ഞ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ. ആമേൻ. നോളജ് ഓഫ് അപ്പം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ആത്മീയ വളർച്ച. ഇപ്പം നമ്മൾ വെറും ചർച്ച് അറ്റൻഡൻസ് കൊണ്ട് നമ്മൾ വളരണമെന്നില്ല, ആരെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് വളരണമെന്നില്ല. പക്ഷേ വളർച്ച സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള അനുദിന കൂട്ടായ്മയിലാണ് നമ്മുടെ വളർച്ച സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടുതൽ നടക്കുന്തോറും നമ്മൾ കർത്താവിനെക്കുറിച്ച് കർത്താവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങും, കർത്താവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. ആമേൻ. കർത്താവ് സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. കർത്താവ് പ്രതികരിക്കുന്നത് പോലെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. ഞാനൊന്നുകൂടെ പറയാം. നമ്മളൊരു വ്യക്തിയിലൂടെ നടക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്നില്ല, മുല്ലപ്പൂമ്പിടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ, നമ്മൾ കർത്താവിനോട് കൂടെ കൂടുതൽ ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവ് ചിന്തിച്ചതുപോലെ കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങും, കർത്താവ് സംസാരിച്ചതുപോലെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും, കർത്താവ് സ്നേഹിച്ചതുപോലെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. ആമേൻ. കർത്താവ് പ്രതികരിച്ചതുപോലെ ആയിരിക്കും നമ്മൾ എപ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, പ്രതികരിക്കാൻ തുടങ്ങുന്നത്. മോശ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മഹത്വം അല്ലെങ്കിൽ മോശയുടെ മഹത്വം എന്തുണ്ടായിരുന്നു? ആമേൻ. വലിയ ഗ്ലോറി കാണാൻ പറ്റി. വളർച്ച എന്ന് പറഞ്ഞാൽ ഗ്രാജുവലാ, പക്ഷേ അത് വിസിബിളായിരിക്കും. ഇപ്പോൾ ഒരു മരം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വലിയൊരു വൃക്ഷമായി മാറത്തില്ല, പക്ഷേ നമുക്ക് കാണാം അത് വളരുമ്പോൾ നമ്മൾ പറയും, ആമേൻ, എന്തു പറ്റും? നമ്മൾ പറയും, ഇത് വളരുന്നുണ്ടല്ലോ എന്ന് പറയും. അതുപോലാണ് നമ്മുടെ ആത്മീക ജീവിതവും. ആമേൻ. ഗ്രാജുവൽ ആയിട്ടാണ് വളർന്നു വരുന്നത്. ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ സമയത്തിനകത്ത് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ ഒബീഡിയൻസ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടാകും. ആമേൻ. ദൈവവചനത്തിനു വേണ്ടിയുള്ള നമ്മുടെ സമയത്തിനകത്തൊക്കെ ഒത്തിരി വ്യത്യാസം വരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, വളരുന്നവരായിരിക്കുക. പത്രോസ് വളർന്നു. പത്രോസ്, ആമേൻ, എന്തായിരുന്നു? ആമേൻ, ഒരു പേടിച്ചുള്ള ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു. യേശുവിനെ തള്ളി പറഞ്ഞ വ്യക്തിയായിരുന്നു. എന്നാൽ അവസാനമായപ്പോൾ എന്ത് ചെയ്തു? ആത്മാവിൽ നിറഞ്ഞു, ശക്തിയോടെ ദൈവവചനം പ്രസംഗിച്ചു, ശക്തനായ അപ്പോസ്തലനായി മാറി. ദാവീദാരായിരുന്നു, ഒരു ഇടയച്ചെറുക്കനായിരുന്നു, എന്നാൽ ആരാധകനായി മാറി. അവൻ യോദ്ധാവായി മാറി, അവസാനം രാജാവായി മാറി.
അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും വിളിച്ചത് വളരുവാനാണ്. വളർന്നില്ലെങ്കിൽ തളർന്നു പോകും, വളർന്നില്ലെങ്കിൽ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകും, വളർന്നില്ലെങ്കിൽ ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, വളരുക. എന്ത് ചെയ്യണം? ദൈവവുമായിട്ടുള്ള സമയം കൂടുതൽ ചെലവഴിക്കുക, ദൈവവചനത്തെ കൂടുതലായി ആഗ്രഹിക്കുക, ദൈവവചനത്തെ കൂടുതലായി അനുസരിക്കുക. കർത്താവും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കുക. ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ ദൈവം കറക്ഷൻ തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക. കരം ഉയർത്തി പറ, ഞാൻ വളരാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ മക്കളെല്ലാവരും യേശു ക്രിസ്തുവിൽ വളരട്ടെ, വളർച്ച പ്രാപിക്കട്ടെ, പക്വത പ്രാപിക്കട്ടെ, മെച്യൂർഡ് സൺസായി മാറട്ടെ, പക്വത പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളായി തീരട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വളർച്ച പ്രാപിക്കുക. അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ വളരുവാൻ പറ്റുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.